തെരഞ്ഞെടുപ്പിനിടയിലും വിഷുദിന വിശേഷങ്ങൾ പങ്കുവച്ച് ആലപ്പുഴ മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. നിഷ ദിലീപ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കരുണാമുരളീധാര മനസ്സി നിറയ്ക്കുക കണ്ണ, ഗോകുലമണിയും മണിയും നീയേ, ഗോപികാഹൃതി നിണവും നീയേ, വൃന്ദാരണ്യ പൂക്കളിൽ നിറവും മണവും നിറവും നീയേ. ഇന്ന് വിഷുവാണ്. വിഷുവിൻ്റെ വിശേഷങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് ആലപ്പുഴയിലെ എൻഡിഎ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ്. തെരഞ്ഞെടുപ്പിനിടയ്ക്ക് വന്ന ഒരു വിഷു, എങ്ങനെയാണ് ചേച്ചിയുടെ വിഷു ആഘോഷങ്ങളൊക്കെ? അല്ല, ഞാൻ വിചാരിച്ചിട്ടുള്ളത് രാവിലെ കുറച്ച് സമയം അടുക്കളയിൽ കയറിയിട്ട് ഞാൻ നല്ലൊരു പാചക അറിയുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അത് എൻ്റെ കൂടെയുള്ളവരൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോൾ നല്ല പുളിയിഞ്ചിയും നല്ല കാളനും അതുപോലെ നല്ല എലിശ്ശേരിയും ഓലനും ഒക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് പറയുമ്പോൾ ഈ കുട്ടികളൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതൊന്ന് അടുക്കളയിൽ കയറി ഉണ്ടാക്കിയിട്ട് ഇവർക്കൊക്കെ കൂടെയുള്ള കുറേ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഇലയിട്ട് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ അതിനൊരു 2 മണിക്കൂർ ഞാൻ മാറ്റിവെക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കുറേ പേര് ക്രിസ്ത്യൻ കുടുംബങ്ങൾ 100ഓളം വരുന്ന ആളുകൾ നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അത് എനിക്കുള്ള വിഷു കൈനീട്ടം എന്തായാലും കിട്ടിക്കഴിഞ്ഞു. കാരണം കോൺഗ്രസുമായിട്ട് സഹകരിച്ച് കുറേ കാലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നല്ല നല്ല ആളുകൾ, എന്നാൽ അതിൻ്റെ തന്നെ ചെറിയ ചുമതലകളൊക്കെ ഏറ്റെടുത്ത് പ്രവർത്തിച്ച ആളുകൾ ഉൾപ്പെടെ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതൊരു വളരെ സന്തോഷത്തോടുകൂടി ഞാൻ നോക്കി കാണുകയാണ്. വിഷുവിന് എപ്പോഴും എനിക്ക് കൃഷ്ണനാണല്ലോ നമ്മളെപ്പോഴും വിഷുക്കണിയിൽ പ്രധാനം. അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ബാലഗോകുലത്തിലൂടെ കടന്നു വന്ന ഒരാളായതുകൊണ്ട് അവിടെ കരുണാമുരളീധാര മനസ്സി നിറയ്ക്കുക കണ്ണ, ഗോകുലമണിയും മണിയും നീയേ, ഗോപികാഹൃതി നിനവും നീയേ, വൃന്ദാരണ്യ പൂക്കളിൽ നിറവും മണവും നിറവും നീയേ എന്ന് തുടങ്ങുന്ന ഒരു ഗോകുലത്തിൻ്റെ ഒരു ഗാനമുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥന നല്ല രീതിയിലുള്ള നന്നായി പാടാനറിയാവുന്ന കുട്ടികൾ മനോഹരമായിട്ട് പാടും. അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഭഗവത്ഗീതയുടെ ഒരു ചാപ്റ്റർ ചൊല്ലും. അതൊക്കെയാണ് ചെറുപ്പത്തിലെ ഓർമ്മയാണ്. അപ്പോൾ അങ്ങനെ ചൊല്ലുന്ന സമയത്ത് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മമക പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ ദൃഷ്ട്വാദു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തത ആചാര്യം ഉപസംഗമ്യ രാജാവചനം അബ്രവീതം തുടങ്ങുന്ന ഈ ശ്ലോകങ്ങൾ പഠിപ്പിക്കും. അങ്ങനെ ഒരു സംസ്കൃതം അറിയാത്ത കുട്ടികൾക്കും സംസ്കൃതം ശ്ലോകങ്ങൾ കാണാതെ പഠിക്കാൻ പറ്റും. പിന്നെ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലുന്ന സമയത്ത് തന്നെ ആ വേർഡിങ്സ് എത്രയും പെട്ടെന്ന് നമുക്ക് പഠിക്കാനും അത് ഹൃദിസ്ഥമാക്കാനും എനിക്ക് സാധിച്ചിട്ടുള്ളത് എൻ്റെ ഈ ബാലഗോകുലത്തിലൂടെയുള്ള വരവാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി. അതായത് ഞാൻ കുട്ടിക്കാലത്ത് വിഷുവൊക്കെ ഉള്ള സമയത്ത് നല്ല ദാരിദ്ര്യം ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയത്ത് തന്നെ ഞങ്ങൾ ഒരുമിച്ച് ബാലഗോകുലത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു, സുരേഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സുരേഷും തെക്കുംകര പഞ്ചായത്തിലാണ്, ഞാനും തെക്കുംകര പഞ്ചായത്തിലാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് ബാലഗോകുലത്തിലെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആൾക്കും ഒന്നുമില്ല വീട്ടിൽ, കഴിക്കാനാണെങ്കിലും ഉടുതുണിക്ക് മറുതുണി, അത്രയും പാവപ്പെട്ട വീട്ടിൽ തന്നെയാണ് സുരേഷും. പക്ഷേ എൻ്റെ സീനിയറാണ്. വടക്കാഞ്ചേരി വ്യാസ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കായിരുന്നു ഞാൻ, പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത്. അങ്ങനെ ഇത് ചെറുപ്പത്തിലെ കാര്യമാണ് പറയുന്നത്. അയാൾ പ്രീ ഡിഗ്രി പഠിക്കുന്നു, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ക്ലാസ് എടുക്കാൻ പോയ കാര്യമാണ് പറയുന്നത്, ഒപ്പം കൂട്ടായിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ നടന്നു പോണ സമയത്ത് ഞങ്ങൾക്ക് ഈ കുട്ടിക്കവിത ചൊല്ലുക, നാവൂറിലല്ലി ചൊല്ലുക, അങ്ങനെ കൃഷ്ണൻ എപ്പോഴും ഒരു നിമിത്തമായിട്ട് കടന്നു വരും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഇവിടെ ആലപ്പുഴയിൽ വന്ന് വിഷുവിന് ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം വേണ്ടേ? കാരണം നമ്മളിവിടെ താമസിക്കുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പൂജാ വിഗ്രഹം കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ, കുട്ടി കൃഷ്ണനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഓടാണ്. അപ്പോൾ അത് അവിടെ വിളക്കിൻ്റെ മുന്നിൽ നിന്ന് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഒരു കൃഷ്ണനെ വാങ്ങണമല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ കൃഷ്ണൻ 2 മണിക്കൂർ മുമ്പ് നമുക്കൊരാൾ കൊണ്ടുവന്ന് ഗിഫ്റ്റായിട്ട് തരുന്നത്. അപ്പോൾ പ്രത്യേകമായിട്ടുള്ളൊരു മെറ്റീരിയലിലാണ് പോലും ഈ കൃഷ്ണൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കൃഷ്ണൻ വന്നു. പാലക്കാട് ഇതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇരിക്കുന്ന സമയത്ത് അവിടെ പ്രിയ മുൻ ചെയർപേഴ്സണായിട്ട് പ്രിയ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് പ്രിയ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ എൻ്റെ കൂടെയാണ് നടക്കുന്നത്. അപ്പോൾ അന്ന് പ്രിയയുടെ അച്ഛൻ ഈ പുരാവസ്തുക്കൾ ശേഖരിക്കുക, അതുപോലെ ഇങ്ങനെയുള്ള ഓട്ട് വിഗ്രഹങ്ങൾ വിൽപ്പന, ഇതൊക്കെയാണ് പണി. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് വിഷുവിൻ്റെ തലേ ദിവസം ഇതുപോലെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് പ്രിയയുടെ അച്ഛൻ ഒരു ഓടിൻ്റെ വിഗ്രഹം കൃഷ്ണൻ്റെ കൊണ്ടുവന്നു. ആ കൃഷ്ണ വിഗ്രഹവും ഇപ്പം എൻ്റെ വീടിനകത്തുണ്ട്. അത് നല്ല മനോഹരമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ അങ്ങനെ ഈ കൃഷ്ണനെ എപ്പോഴും നമ്മൾ ഓർക്കും. അപ്പോൾ അങ്ങനെ ഞാൻ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ വന്ന് ഡൽഹിയിലൊക്കെ വലിയ വലിയ പ്രോഗ്രാമുകളിൽ സൗത്ത് ഇന്ത്യയുടെ മൊത്തം ചുമതല ഏറ്റെടുത്തുകൊണ്ടിട്ട് ഞാൻ ചെല്ലുകയാണ്. ഒരു ബാലഗോകുലത്തിൻ്റെ പരിപാടിക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ എനിക്കിതെല്ലാം ദൈവികമായിട്ട് തോന്നും. അപ്പോൾ ഈ പരിപാടിയിൽ ചെന്ന് ഞാൻ പ്രസംഗിക്കുന്നു. വലിയ വലിയ ആളുകളൊക്കെ ഉണ്ട് കൂടെ പ്രസംഗിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ആ പ്രസംഗം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൃഷ്ണന് മാലയിടണം.
അപ്പോൾ കൃഷ്ണന് മാല ഇടാനായിട്ട് നല്ലൊരു തുളസി മാല അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കൃഷ്ണന് മാല ഇടണമെങ്കിൽ എൻ്റെ ഹൈറ്റ് പോരാ. ഞാൻ വലിഞ്ഞു നിന്നാലും കൃഷ്ണനെ എനിക്ക് മാലയിടാൻ പറ്റുന്നില്ല. അതായത് ചെറുപ്പത്തിലെ കൃഷ്ണന് കുഞ്ഞിക്കാലുള്ള അല്ലെങ്കിൽ ചെറിയ ഉയരമുള്ള ആ പഴയ കുട്ടിയുണ്ടല്ലോ, ആ പഴയ കുട്ടി വലിഞ്ഞിട്ട് മേശയുടെ മുകളിലിരിക്കുന്ന കൃഷ്ണൻ്റെ കഴുത്തിൽ ഇട്ട ഒരു അനുഭവം, ഒരു ഫീല് എനിക്ക് ആ ഡൽഹിയിലെ മീറ്റിങ്ങിൽ ഒരു 2 വർഷം 3 വർഷം മുമ്പ് എനിക്ക് അനുഭവവേദിയായിട്ടുണ്ട്. അപ്പോൾ അതെനിക്കിങ്ങനെ തോന്നി. അപ്പോൾ കൃഷ്ണൻ ധരിപ്പിക്കുകയായിരിക്കും, പറയായിരിക്കും, അത്രയൊന്നും വലുതായിട്ടില്ല, എന്താണ് എൻ്റെ മുന്നിൽ ഇപ്പോഴും കുട്ടി തന്നെയാണ്, ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്, ഞാൻ തന്നെയാണ് സൂപ്പർ പവർ എന്ന് കൃഷ്ണൻ എന്നെ ബോധ്യപ്പെടുത്തുന്ന പോലെയുള്ള ഒരു പെട്ടെന്ന് അതൊരു ഞാൻ ഭയങ്കരമായിട്ട്, അതായത് വളരെയധികം, ഭയങ്കരം എന്നുള്ള വാക്ക് തന്നെ പറയാൻ പറ്റില്ല, അത്രയധികം എൻ്റെ സുപ്രീം കോടതിയാണ് ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത്. പറഞ്ഞു ചെറുപ്പകാലത്ത് വളരെ കഷ്ടപ്പാടിലൂടെ കടന്നു വന്നു. ആ സമയത്ത് വിഷു ഉണ്ടായിരുന്നു, ഇപ്പോഴും വിഷു ആഘോഷിക്കുന്നു, കൃഷ്ണഭക്തിയാണെന്ന് പറഞ്ഞു. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇപ്പോഴത്തെ ഈ വിഷുവും പഴയ കാലത്തെ വിഷുവും തമ്മിൽ? അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. പണ്ടൊക്കത്തെ വിഷു എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ ഞങ്ങൾക്ക് എല്ലാവർക്കും വയറ് നിറച്ച് ഭക്ഷണം തരാൻ വേണ്ടിയിട്ട് അച്ഛൻ പണിക്ക് പോകുന്ന ഒരു വീടുണ്ട്, സ്ഥിരമായിട്ട് പണിക്ക് പോകുന്ന ഒരു വീടുണ്ട്. അപ്പോൾ ആ വീടെന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ കുടുംബമാണ്. അപ്പോൾ അവിടെ ചെന്ന് അച്ഛൻ പറയും, ഒരാഴ്ച മുമ്പ് ഓർമ്മപ്പെടുത്തും. അവിടുത്തെ കാർന്നവർക്ക് അങ്ങനെ അത്ര ഓർമ്മയൊന്നും ഉണ്ടാവില്ല, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവിടെ ചെന്ന് അച്ഛൻ പറയും, എനിക്ക് 5 കിലോ ഉണങ്ങല്ലരി കിട്ടാൻ പാകത്തിനുള്ള നെല്ല് വേണം. ആ നെല്ല് കൊണ്ടുവന്നിട്ട് കുത്തി അത് ഉണങ്ങല്ലരി ആക്കിയിട്ട്, അപ്പോൾ നമ്മൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വിഷു വരാൻ പോകുന്നുണ്ട്. കാരണം ഉണങ്ങല്ലരിയിൽ ഇടയ്ക്ക് നെല്ലുണ്ടാവും. ആ നെല്ല് പറക്കേണ്ട ഡ്യൂട്ടി എനിക്കാണ്. അപ്പം നെല്ലിരുന്ന് പറക്കി, യന്ത്രങ്ങളൊന്നും ഇല്ലല്ലോ ഒന്ന്, ആ നെല്ലിരുന്ന് പറക്കി കഴിയണമെങ്കിൽ തന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂർ. എന്നാലും അതൊരു ഇൻട്രസ്റ്റാണ്. കാരണം എന്താണ്, നെല്ല് പറക്കിയാലും കുഴപ്പമില്ല, വയറ് നിറച്ച് ഉണങ്ങല്ലരി അത് കട്ട വെക്കുക എന്ന് പറയും ഞങ്ങൾ, വിഷുക്കട്ട. അപ്പോൾ അന്നത്തേക്ക് ഒരു വിഷു എന്ന് പറയുന്നത് ചുറ്റും ആർഭാടങ്ങളുണ്ടെങ്കിലും നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് കുട്ടികൾക്ക് വലിയ ദാരിദ്ര്യം ഉണ്ടായിരുന്നു, വലിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ദൃഢപ്രതിജ്ഞയുണ്ട്, പട്ടിണി ഇല്ലാത്തവരുടെ ഒരു നാടായിട്ട് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തെ മാറ്റണം. ധാരാളം ജോലിക്കാരെ സൃഷ്ടിക്കണം, ഒരുപാട് പുരോഗമനം ആലപ്പുഴ പാർലമെൻറ്റിലേക്ക് ഉണ്ടാക്കണം എന്നുള്ള ഒരു സ്വപ്നം അതെനിക്കുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജനം ടിവിയുടെ പ്രേക്ഷകർക്കായി ഒരു ആശംസ കൂടി. എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടാണ് നമ്മുടെ ചാനലുമായിട്ടുള്ളത്. അഭേദ്യമായിട്ടുള്ള ഹൃദയബന്ധമുണ്ട്. അതിൻ്റെ കാരണം ശബരിമലയിലെ ആചാരാനുഷ്ഠാനത്തെ തടയുന്ന ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്ന സമയത്ത് മുഴുവൻ ഞാൻ റോഡിലായിരുന്നു. ഏതോ മഹിളാ മോർച്ചയുടെ പ്രവർത്തകരുടെ വീടുകളിൽ പോയി താമസിക്കുകയായിരുന്നു. അവിടേക്ക് മല കയറ്റിക്കാൻ വേണ്ടിയിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ആസൂത്രണം ചെയ്തുകൊണ്ട് സ്ത്രീകളെ മല കയറ്റിക്കുമ്പോൾ ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ പോലും ഒരു പെറ്റി കേസിനും പ്രതിയായില്ല. അവരെല്ലാം വീടുകൾക്കകത്തിരുന്നപ്പോൾ ഞങ്ങൾ തന്നെയാണ് ഇതിനെതിരായിട്ടുള്ള പോരാട്ടം കനപ്പിച്ചതും മുന്നോട്ട് പോയതും. അത് ഒപ്പിയെടുത്ത് വലിയ പരിമിതികളുണ്ടായിരുന്നു ജനം ചാനലിന്, പക്ഷേ ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് അതെല്ലാം ഒപ്പിയെടുത്ത് ഇതിൻ്റെ അണിയറ പ്രവർത്തകരും അതുപോലെ തന്നെ റിപ്പോർട്ടർമാരും എല്ലാവരും ചേർന്നുകൊണ്ട്, ക്യാമറാമാൻ ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് അവർക്ക് പോലും അടി കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. കാരണം അത്രയധികം വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തപ്പോൾ അന്ന് ഇതെല്ലാം ഒന്നും വിടാതെ കേരളത്തിലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സഹായിച്ചിട്ടുള്ള ചാനലിനോട് എനിക്ക് ദൈവത്തിൻ്റെ ഓർമ്മയിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അയ്യപ്പൻ്റെ ആ ആചാരത്തെയും അനുഷ്ഠാനത്തെയും നിലനിർത്താൻ വേണ്ടി നടത്തിയ ആ കഠിന പ്രയത്നത്തിൻ്റെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വിഷുദിനത്തിൽ നിൽക്കുന്നത്. ചേച്ചി, വിഷു ആശംസകൾ, ഒപ്പം തന്നെ വിജയാശംസകൾ.